വെള്ളിയാഴ്ചക്കായിട്ടൊരു ബിരിയാണി ഇല്ലാതെ എന്താലേ. അപ്പം ഇന്ന് നമുക്ക് നല്ല പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് മസാല തേക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, വിനിഗർ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് നല്ലപോലെ മസാല തേക്കാം. ഇനി കുറച്ച് ഉള്ളി, കാഷ്നട്ട്, കിസ്മിസ് ഒക്കെ ഒന്ന് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ, ലാസ്റ്റ് നമുക്കൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ സെയിം ഓയിലിലേക്ക് തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കഴുകി വെച്ചിട്ടുള്ള അരി കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി അരിയൊക്കെ ഒന്ന് നല്ലോണം വറുത്തതിന് ശേഷം നല്ല ചൂട് വെള്ളം അരിക്ക് കണക്കായിട്ടുള്ള പാകത്തിന് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് ആവട്ടെ. ആ നേരം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ സെയിം ഓയിലിൽ തന്നെ കുറച്ച് ഉള്ളിയൂടി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതാ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം തക്കാളിയും കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിനയില ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുത്ത് തക്കാളിയും നല്ലപോലെ വെന്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗരം മസാല മാത്രമേ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒരു പൊടികളും ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്ത് കുറച്ച് തൈരും കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈസ് ഇതേപോലെ ഒന്ന് ദമ്മിടണം. ഈ റൈസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റിൽ കുറച്ച് ബിരിയാണി മസാലയും പിന്നെ നേരത്തെ അലങ്കാരത്തിന് മാറ്റി വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ അതും അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഓനിയൻസും. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്യാം നല്ല ലോ ഫ്ലെയിമിൽ. അപ്പോൾ അതാ നല്ല ബിരിയാണീൻ്റെ സ്മെല്ല് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ കഴിക്കല്ലേ.